അസ്സലാമലൈക്കും. സുഖാണെന്ന് വിചാരിക്കുന്നു. ജാസിത്താത്ത. ഐ അങ്ങനെ വിളിക്കാൻ പറ്റില്ല കേട്ടോ. ജാസിത്താക്ക അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഇവ രണ്ടിലും പെടാത്ത ഒന്നാണ്. കുണ്ടൻ ജാസി എന്നൊക്കെ വിളിക്കേണ്ടി വരും. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത്, അതായത് ഞങ്ങളുടെ ജില്ലയിലെ അപമാനമാണിത്. അപമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപമാനം. എൻ്റെ വിചാരം വലിയ എന്തോ സംഭവമാണെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സംഭവമല്ല. അല്ലേ ഹായ് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് കണ്ട് വരും. വേഷം കെട്ടി നടക്കാൻ എനിക്ക് നാണല്ലേടാ. എടാ കുറച്ചെങ്കിലും അന്തസ്സ് വേണം എനിക്ക്. അന്തസ്സില്ലാത്തവനായിട്ട് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ പോകുമ്പോൾ ഒരു ഉളുപ്പില്ല എനിക്ക്. ഇത്ര ഒരു ഉളുപ്പില്ലാത്തൊരു സാധനം. അതൊക്കെ ലാസ്റ്റ് എന്താണെന്ന് അറിയാം, വല്ല പ്രൈവറ്റ് ട്രാക്കിലോ വല്ല തൂങ്ങി മരിച്ചിട്ടോ ഒക്കെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം പോകല്. ഈ ഒരു ജാസിയാത്ത അനക്കതിൽ കൊക്കീമയും പൊക്കീമയും കക്കീമയും ഒക്കെ വന്നിട്ട് വെറുതെ അല്ല എന്നെ എല്ലാവരും ട്രോൾ ചെയ്യണത്. ജാസി കുണ്ടൻ ജാസി ഇതൊക്കെ എൻ്റെ നാട്ടിൽ വന്ന് നോക്കണം. എൻ്റെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ വേറെതല്ല ഫഹദല്ല കേട്ടോ. ഇന്നൊരു മേക്സി ഇട്ട് ചുരിദാർ ഇട്ടിട്ടോൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ ഉണ്ടാവും കാക്ക. എവിടെ ഇതല്ല പറഞ്ഞത്, ആശ എന്നെ പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. ആണണ്ടടാ അതൊക്കെ പറയാൻ. ആൾക്കാർ കേൾക്കുന്നു. എൻ്റെ ഉമ്മാക്ക് ഏതായാലും എളുപ്പമില്ല, പക്ഷെ ആശിൻ്റെ ഉമ്മാക്ക് ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് എന്താ പറയുക, എന്നെ തീരെ അവർ അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് എന്താ പറയുക, ഓനങ്ങോട്ട് വിട്ടേക്ക്, ഓനെങ്ങനെയെങ്കിലും പോയി ജീവിക്കണം. എന്നെ പേടിച്ചിട്ടാണ്. എങ്ങനെ പറയണ്ട. പക്ഷെ ഈ ഒരിക്കലും ഇതാ